ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. ഇപ്പോൾ വരുന്ന ഭൂരിഭാഗം പരീക്ഷകൾക്കും PSC 99% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് നീതി ആയോഗ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് നീതി ആയോഗ്. അതിൽ വൺ വേർഡ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യം വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടെയാണ് നീതി ആയോഗ്. അപ്പോൾ നീതി ആയോഗ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് പോവാം. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാച്ചിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. നിലവിൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് VFAയുടെ ബാച്ചാണുള്ളത്. ഇനി നിങ്ങൾ ഏത് സമയത്താണ് ഈ ക്ലാസ് കാണുന്നതെങ്കിലും ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ ഏതൊക്കെ ബാച്ചുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ചെക്ക് ചെയ്യുക. ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം നീതി ആയോഗ്. നീതി ആയോഗ് ആദ്യം എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് അറിയണം. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീതി ആയോഗ്. നീതി ആയോഗ് സ്പെല്ലിംഗ് എങ്ങനെയാണ്? NITI ആണ് അല്ലെ. NITI ആയോഗാണ്. ഓക്കെ, നീതി ആയോഗ് NITI ആണ്. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. അതെന്തായാലും പഠിച്ചു വെക്കണം. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഒരു വട്ടം കൂടെ പറയണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അപ്പൊ നീതി ആയോഗിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ ഇനി തെറ്റരുത്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത് എന്തിനു പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അല്ലെ. ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നത് ഏത് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പൊ ആസൂത്രണ കമ്മീഷന് പകരമായി ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏതാണെന്ന് ചോദിച്ചത് ഏതാണ്? നീതി ആയോഗാണ്. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് 2014 ഓഗസ്റ്റ് 17-നാണ്. 2014 ഓഗസ്റ്റ് 17-നാണ്. എന്നാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത്? 1950-ലാണ് അല്ലെ. 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷനിലായാലും നീതി ആയോഗിലായാലും അധ്യക്ഷൻ എപ്പോഴും ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷനിലെ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ആരാണ് ആദ്യ ഉപാധ്യക്ഷൻ? ഗുൽസാരിലാൽ നന്ദ. അപ്പൊ 1950 മാർച്ച് 15-നാണ് എന്ത് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഈ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നതാണ് നീതി ആയോഗ് അല്ലെ. ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പൊ അതിന് ആസൂത്രണ കമ്മീഷനെ ആദ്യം പിരിച്ചുവിടണ്ടേ? 2014 ഓഗസ്റ്റ് 17-നാണ് ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. അവസാന അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും രണ്ടും ഒരാളാണ്. രണ്ട് സമയത്തും ആരാണ് പ്രധാനമന്ത്രി? അത് നരേന്ദ്രമോദിയാണ്. അപ്പൊ രണ്ടും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത് എപ്പോഴാണ്? 2014 ഓഗസ്റ്റ് 17. എപ്പോഴാണ്? 2014 ഓഗസ്റ്റ് 17-നാണ് ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത്. 2014 ഓഗസ്റ്റ് 17-ന് പിരിച്ചുവിട്ടു. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഭയങ്കര റിപ്പീറ്റിംഗ് ആണ്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. എപ്പോഴാണ്? 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷൻ എപ്പോഴും അധ്യക്ഷൻ ആരായിരിക്കും എന്നൊരു ചോദ്യം വന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷനിലായാലും നീതി ആയോഗിലായാലും എപ്പോഴും അധ്യക്ഷൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആദ്യ അധ്യക്ഷൻ, ആസൂത്രണ കമ്മീഷനിലെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. അത് രണ്ടും ക്ലിയർ ആണ്.
ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് നല്ല റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, പ്രത്യേക LGS അതുപോലെ തന്നെ 10th പ്രിലിംസ് ലെവൽ എക്സാമുകൾക്കൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? എപ്പോഴാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. എന്തിന് പകരമായിട്ടാണ്? ആസൂത്രണ കമ്മീഷന് പകരമായി 2015 ജനുവരി 1 എന്ത് നിലവിൽ വന്നു? നീതി ആയോഗ് നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. അധ്യക്ഷൻ എപ്പോഴും ആരാവും? പ്രധാനമന്ത്രിയാവും. നീതി ആയോഗിൽ എപ്പോഴും അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്നത് തൊട്ട് നമ്മുടെ ഇവിടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലെ? നരേന്ദ്രമോദിയാണ്. അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനാണ് നരേന്ദ്രമോദി. കിട്ടിയല്ലോ. അപ്പോ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ആസൂത്രണ കമ്മീഷനിലെ അവസാന അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും രണ്ടും നരേന്ദ്രമോദിയാണ്. രണ്ടും, അതായത് ആസൂത്രണ കമ്മീഷൻ അവസാനിക്കുന്ന സമയത്തും നീതി ആയോഗ് നിലവിൽ വരുന്ന സമയത്തും ഇവിടെ പ്രധാനമന്ത്രി ആരാ? അത് നരേന്ദ്രമോദിയാണ്. രണ്ടിലും അധ്യക്ഷൻ എപ്പോഴും ആരാവും നമ്മൾ പഠിച്ചു? പ്രധാനമന്ത്രി ആവുന്നും നമ്മൾ പഠിച്ചു. അപ്പൊ മനസ്സിലാക്കി പഠിച്ച സിമ്പിൾ അല്ലേ? അപ്പോൾ ആസൂത്രണ കമ്മീഷനിലെ അവസാന അധ്യക്ഷനും നീതി ആയോഗിലെ നിലവിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യ അധ്യക്ഷനും ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇനി നീതി ആയോഗിലെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ആരാണ്? അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിലെ ആദ്യ ഉപാധ്യക്ഷൻ. ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിലെ നിലവിലെ ഉപാധ്യക്ഷൻ പഠിക്കുക. അതിനു മുമ്പ് നീതി ആയോഗിലെ ആദ്യ CEO ആരാണ്? സിന്ധു ശ്രീകുള്ളറാണ് അല്ലെ? സിന്ധു ശ്രീകുള്ളറാണ് നീതി ആയോഗിന്റെ ആദ്യ CEO, സിന്ധു ശ്രീകുള്ളർ. അപ്പൊ ആദ്യത്തേത് പഠിച്ചു വെക്കുക. ആദ്യത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ആദ്യ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. ആദ്യ CEO ആണ് സിന്ധു ശ്രീകുള്ളർ. ഓക്കെ, 3 പഠിച്ചല്ലോ. അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ആദ്യ CEO സിന്ധു ശ്രീകുള്ളർ. 3 പഠിക്കാം. നീതി ആയോഗിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി മാറിയിട്ടില്ല. അപ്പൊ ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ് നിലവിലും അധ്യക്ഷൻ. ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ. നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. നിലവിലെ CEO ആരാണ്? നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. ഓക്കെ, പേരുകൾ ക്ലിയർ ആയോ? ഒരു വട്ടം കൂടെ. നീതി ആയോഗിന്റെ നിലവിലെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. ഓക്കെ, അപ്പൊ രണ്ടും കൺഫ്യൂഷൻ വരരുത്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും രണ്ടും ഒരാളാണ്. ആരാണ്? രണ്ടു സമയത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓക്കെ, അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യ CEO ആരാണ്? നീതി ആയോഗിന്റെ ആദ്യ CEO സിന്ധു ശ്രീകുള്ളറാണ്. ആദ്യ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. ഒരു വട്ടം കൂടെ നോക്കാം. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദി. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ആദ്യ CEO സിന്ധു ശ്രീകുള്ളർ. അങ്ങനെ 3 ആളുകളാണ് ആദ്യത്തേതിൽ ഉണ്ടായിരുന്നത്. നിലവിലെ ചോദിക്കുകയാണെങ്കിൽ നിലവിൽ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. നിലവിൽ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ. നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ ഭരണസമിതിയാണ് ഗവേണിംഗ് കൗൺസിൽ. നീതി ആയോഗിന്റെ ഭരണസമിതിയാണ് ഗവേണിംഗ് കൗൺസിൽ. നീതി ആയോഗിന്റെ ഭരണസമിതിയാണ് ഗവേണിംഗ് കൗൺസിൽ. ഓക്കെ, അപ്പൊ അധ്യക്ഷനും ഉപാധ്യക്ഷനും CEO ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ അറിയാലോ? നരേന്ദ്രമോദിയാണ്. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ആദ്യ CEO സിന്ധു ശ്രീകുള്ളർ. ഈ ഒരു വട്ടം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ കൂടെ എന്ന് പറയണേ. ഇപ്പൊ നിലവിലെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. ഇനി ഞാൻ ചോദിക്കുന്നത് കേട്ട് ചോദ്യം മനസ്സിലാക്കിയ ശേഷം ആൻസർ ചെയ്യാം. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ആയോഗിന്റെ
നിലവിലെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് അല്ലെ. BVR സുബ്രഹ്മണ്യം. നിലവിലെ ഉപാധ്യക്ഷനാണ് നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. നീതി ആയോഗിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ആരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യ സിഇഒ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യ സിഇഒ സിന്ധു ശ്രീ ഗുള്ളറാണ്. അപ്പൊ കിട്ടുന്നുണ്ടല്ലോ, പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നോക്കാം. നീതി ആയോഗിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 പ്രധാന തലങ്ങളായി തിരിക്കാം. സ്ഥലങ്ങളല്ല, 4 പ്രധാന തലങ്ങളായി തിരിക്കാം. നയവും പ്രോഗ്രാം ചട്ടക്കൂടും, സഹകരണ അധിഷ്ഠിതവും മത്സരാധിഷ്ഠിതവുമായ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, തിങ്ക് ടാങ്ക് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ് അല്ലെ. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? നീതി ആയോഗാണ് അല്ലെ. നീതി ആയോഗാണ് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ 4 പഠിക്കണം. നീതി ആയോഗിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 പ്രധാന തലങ്ങളായി തിരിക്കാം. ഒന്ന് നയവും പ്രോഗ്രാം ചട്ടക്കൂടും അല്ലെ. നയവും പ്രോഗ്രാം ചട്ടക്കൂടും, സഹകരണാധിഷ്ഠിതവും മത്സരാധിഷ്ഠിതവുമായ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. എന്താണ് നിരീക്ഷണവും വിലയിരുത്തലും? ചോദ്യം വരും, നീതി ആയോഗിന്റെ പ്രധാന 4 തലങ്ങളിൽ പെടാത്തത് ഇല്ലെ. നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട 4 തലങ്ങളിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം വരും. അപ്പൊ ഈ 4 എണ്ണം പഠിച്ചു വെക്കണം. ഒരു വട്ടം കൂടെ വായിക്കാം. ഒന്ന് നയവും പ്രോഗ്രാം ചട്ടക്കൂടും, സഹകരണാധിഷ്ഠിതവും മത്സരാധിഷ്ഠിതവുമായ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും അല്ലെ. നിരീക്ഷണവും വിലയിരുത്തലും, തിങ്ക് ടാങ്ക് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്. ഓക്കെ, തിങ്ക് ടാങ്ക് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്. ഓക്കെ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നതും രണ്ടും ഏതാണ്? നീതി ആയോഗാണ് അല്ലെ. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും രണ്ടും അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റിയൊരു ഭാഗമാണത്. ഈ 4 എന്തായാലും പഠിച്ചു വെക്കണം. ഇതിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം വരും. ഒരു വട്ടം കൂടെ നിങ്ങൾക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുക. നീതി ആയോഗിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 തലങ്ങളായി തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? നയവും പ്രോഗ്രാം ചട്ടക്കൂടും. ഒന്ന് നയവും പ്രോഗ്രാം ചട്ടക്കൂടും, സഹകരണാധിഷ്ഠിതവും മത്സരാധിഷ്ഠിതവുമായ ഫെഡറലിസം. എന്താണ്? സഹകരണാധിഷ്ഠിതവും മത്സരാധിഷ്ഠിതവുമായ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും അല്ലെ. നിരീക്ഷിക്കലും വിലയിരുത്തലും, പിന്നെ തിങ്ക് ടാങ്ക് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്. ഓക്കെ, അപ്പൊ നീതി ആയോഗ് എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഓക്കെ, സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസനം, മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയോടുള്ള കാഴ്ചപ്പാട് വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസനം, മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയോടുള്ള കാഴ്ചപ്പാട് വികസിപ്പിക്കുക. ശക്തമായ സംസ്ഥാനങ്ങൾ ശക്തമായ ഒരു രാഷ്ട്രമാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് തുടർച്ചയായി സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. ശക്തമായ സംസ്ഥാനങ്ങൾ ശക്തമായ ഒരു രാഷ്ട്രമാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് തുടർച്ചയായി സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളായി കണക്കാക്കുന്നവ മാത്രം തിരഞ്ഞെടുക്കുക. അങ്ങനെ പല രീതിയിലും ചോദ്യം വരും. അപ്പൊ മനസ്സിലാക്കി പഠിച്ചു പോവുക. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങളെ കുഴപ്പിക്കാൻ പറ്റിയൊരു സാധനമാണ്. സംസ്ഥാനത്തിന്റെ സജീവമായ പങ്കാളിത്തത്തോടെയാണ്. പങ്കാളിത്തത്തോടെ ദേശീയ വികസനം, മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയോടുള്ള കാഴ്ചപ്പാട് വികസിപ്പിക്കുക. പിന്നെ ശക്തമായ സംസ്ഥാനങ്ങൾ ശക്തമായ ഒരു രാഷ്ട്രമാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് തുടർച്ചയായി സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. അടുത്തത്, ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഗവൺമെന്റിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ഓക്കെ,
ഒരു വട്ടം കൂടെ, ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഗവൺമെന്റിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. അടുത്തത്, ദേശീയ സുരക്ഷയുടെ താൽപര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന മേഖലകളിൽ ഉറപ്പാക്കുക. എന്താണ്? ദേശീയ സുരക്ഷയുടെ താൽപര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന മേഖലകളിൽ ഉറപ്പാക്കുക. ഓക്കെ, ഇതൊന്നുകൂടെ വായിക്കുക. ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഗവൺമെന്റിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ഇതൊക്കെ പ്രധാന ലക്ഷ്യമാണ്. ദേശീയ സുരക്ഷയുടെ താൽപര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന മേഖലകളിൽ ഉറപ്പാക്കുക. അടുത്തത്, സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാൻ സാധ്യതയില്ലാത്ത നമ്മുടെ സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഒരു വട്ടം കൂടെ, സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാൻ സാധ്യതയില്ലാത്ത നമ്മുടെ സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഓക്കെ, ഇതൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാൻ സാധ്യതയില്ലാത്ത നമ്മുടെ സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. പ്രധാന പങ്കാളികൾ ദേശീയ അന്തർദേശീയ സമാന ചിന്താഗതിക്കാരായ തിങ്ക് ടാങ്കുകൾ, വിദ്യാഭ്യാസ നയ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഉപദേശം നൽകുന്നതിനും ശക്തമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലകൊള്ളുക. അതൊക്കെ മനസ്സിലാക്കി പഠിക്കാനുള്ളൂ. പ്രധാന പങ്കാളികൾ ദേശീയ അന്തർദേശീയ സമാന ചിന്താഗതിക്കാരായ തിങ്ക് ടാങ്കുകൾ, വിദ്യാഭ്യാസ നയ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഉപദേശം നൽകുന്നതിനും ശക്തമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലകൊള്ളുക. ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റു പങ്കാളികൾ എന്നിവരടങ്ങുന്ന ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണ സംവിധാനവും സൃഷ്ടിക്കുക. ഓക്കെ, ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റു പങ്കാളികൾ എന്നിവരടങ്ങുന്ന ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണ സംവിധാനവും സൃഷ്ടിക്കുക. വികസന അജണ്ടകൾ നടപ്പിലാക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതിന് ഇന്റർ സെക്ടറൽ, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുക. ഒരു വട്ടം കൂടെ, വികസന അജണ്ടകൾ നടപ്പിലാക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതിന് ഇന്റർ സെക്ടറൽ, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുക. ഇതൊക്കെ പ്രധാന ലക്ഷ്യങ്ങളിലാണ്. പിന്നെ തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും അവയുടെ പുരോഗതിയും ഫലപ്രാപ്തിയും നിരീക്ഷിക്കാനും നിരീക്ഷണത്തിലൂടെയും ഫീഡ്ബാക്കിലൂടെയും പഠിച്ച പാഠങ്ങൾ ആവശ്യമായ പുനഃക്രമീകരണം, തിരുത്തലുകൾ ഉൾപ്പെടെ നൂതനമായ മെച്ചപ്പെടുത്തലുകൾക്കായി പ്രവർത്തിക്കുക. ഒരു വട്ടം കൂടെ, തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും അവയുടെ പുരോഗതിയും ഫലപ്രാപ്തിയും നിരീക്ഷിക്കാനും നിരീക്ഷണത്തിലൂടെയും ഫീഡ്ബാക്കിലൂടെയും പഠിച്ച പാഠങ്ങൾ ആവശ്യമായ പുനഃക്രമീകരണം, തിരുത്തലുകൾ ഉൾപ്പെടെ നൂതനമായ മെച്ചപ്പെടുത്തലുകൾക്കായി പ്രവർത്തിക്കുക. പിന്നെ അത്യാധുനിക റിസോഴ്സ് സെന്റർ നിലകൊള്ളുകയും സുസ്ഥിരവും തുല്യവുമായ വികസനത്തിലെ നല്ല ഭരണത്തെയും മികച്ച പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഒരു ശേഖരം ആയിരിക്കുക. അതോടൊപ്പം അവ ഓഹരി ഉടമകൾക്ക് പ്രചരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുക. ഒരു വട്ടം കൂടെ, അത്യാധുനിക റിസോഴ്സ് സെന്റർ നിലകൊള്ളുകയും സുസ്ഥിരവും തുല്യവുമായ വികസനത്തിലെ നല്ല ഭരണത്തെയും മികച്ച പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഒരു ശേഖരമായിരിക്കുക. അതോടൊപ്പം അവ ഓഹരി ഉടമകൾക്ക് പ്രചരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുക. ഫലപ്രാപ്തിയും ലക്ഷ്യസാധ്യതയും ഡെലിവറി വ്യാപ്തിയും ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ വിഭവങ്ങളുടെ തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുടെയും സംരംഭങ്ങളുടെയും നടപ്പാക്കൽ സജീവമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ഒരു വട്ടം കൂടെ, ഫലപ്രാപ്തിയും ലക്ഷ്യസാധ്യതയും ഡെലിവറി വ്യാപ്തിയും ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ വിഭവങ്ങളുടെ തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുടെയും സംരംഭങ്ങളുടെയും നടപ്പാക്കൽ സജീവമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. പ്രോഗ്രാമുകളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക നവീകരണത്തിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലെ? പിന്നെ പ്രോഗ്രാമുകളും
ഒന്നുകൂടെ വായിക്കാം. പ്രോഗ്രാമുകളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക നവീകരണത്തിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദേശീയ വികസന അജണ്ടയും മുകളിൽ സൂചിപ്പിച്ച ലക്ഷ്യങ്ങളും നടപ്പിലാക്കുന്നതിന് ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. ഇതൊക്കെ എന്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്? നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ പഠിച്ചു പോകണം. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ പഠിച്ചു എപ്പോഴാണ് 2015 ജനുവരി 1 എന്ത് നിലവിൽ വന്നത്? 2015 ജനുവരി 1 എന്തിന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് എന്ത്? നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷൻ പിരിച്ചു വിട്ടത് എപ്പോഴാന്ന് ചോദ്യം വരും. 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷൻ പിരിച്ചു വിട്ടത്. ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷനും നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും രണ്ടും ഒരാളാണ്. രണ്ടും ആരാണ്? രണ്ടും നരേന്ദ്ര മോദിയാണ് അല്ലെ? രണ്ടും നരേന്ദ്ര മോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ആദ്യ സിഇഒ ആണ് സിന്ധുശ്രീ ഖുള്ളർ. പിന്നെ അതുപോലെ തന്നെ നിലവിലെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. നിലവിലെ സിഇഒ BVR സുബ്രഹ്മണ്യം. അങ്ങനെ ഓരോന്നും മനസ്സിലാക്കുക. പിന്നെ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്, ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്? നീതി ആയോഗ് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പ്രധാനപ്പെട്ട തലങ്ങൾ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ചോദ്യങ്ങൾ ഏത് രീതിയിൽ വരും എന്ന് പറഞ്ഞു. ഇതിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം വരും, അല്ലെങ്കിൽ ഇതിൽ പെടുന്നത് മാത്രം കണ്ടെത്തുക എന്നൊക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാൻ അത്രയും സാധ്യത ഉള്ള ഒരു ഭാഗമാണ് ഏത്? നീതി ആയോഗ്. നീതി ആയോഗ് എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം മറക്കരുത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഓരോന്നും പഠിച്ചു പോകാൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ചില ലക്ഷ്യങ്ങൾ, അതായത് ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ലക്ഷ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.